ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കിസ്സിംഗ് ഹാൻഡ് എന്ന സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 മുതൽ ആക്ടിവിറ്റി 6 വരെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി വരുന്നത് മിസ് റാക്കോണും ചെസ്റ്റർ റാക്കോണും തമ്മിലുള്ള കോൺവെർസേഷൻ, അതുപോലെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നിവയാണ്. അത് കൂട്ടുകാർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പഠിയാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ഗസ്സിംഗ് ഗെയിം. ആദ്യം തന്നെ കൂട്ടുകാർക്ക് കളിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഈ ഒരു യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുറച്ച് വേർഡ്സ് എടുത്തിട്ട് അത് ആക്ട് ചെയ്ത് കാണിക്കണം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന വേർഡ്സ് ഏതാണോ അത് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ്, ദേ വിൽ ബി ദ വിന്നേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ഒരു വേർഡ് ഗസ് ചെയ്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഈ ഒരു ഗെയിമിലെ വിന്നർ. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, യു വിൽ ബി ദ വിന്നർ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ഒരു വേർഡ് ഗസ് ചെയ്ത് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളായിരിക്കും വിന്നർ. ഇതുപോലെ ആക്ട് ചെയ്ത് കളിക്കുന്ന ഗെയിമൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ? നമ്മൾ സിനിമ പേര് വെച്ചും അതുപോലെ ഫിലിം ആക്ടേഴ്സിന്റെ പേര് വെച്ചും ഒക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിമും കളിക്കേണ്ടത്. ഇത് ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 2, യു ഹാവ് എൻജോയ്ഡ് റീഡിംഗ് ദ സ്റ്റോറി, ഹാവൻ യു? നിങ്ങൾ ഈ ഒരു സ്റ്റോറി വായിച്ച് എൻജോയ് ചെയ്തില്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കോൺ എക്സ്പീരിയൻസസ് ഡിഫറെന്റ് ഫീലിംഗ്സ്. ഈ ഒരു സ്റ്റോറിയിൽ ചെസ്റ്റർ റാക്കോൺ പലതരത്തിലുള്ള അവന്റെ ഫീലിംഗ്സ് എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ? അവന് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്, പേടി ഉണ്ടായിട്ടുണ്ട്, അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവന്റെ പലതരത്തിലുള്ള ഫീലിംഗ്സ് ആണ്. Some of his feelings are given below in column A. Match them with the suitable emoji given in column B. ഇവിടെ നമുക്കൊരു ടേബിളിൽ ചെസ്റ്റർ റാക്കോണിന്റെ ചില ഫീലിംഗ്സ് ഇമോജീസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതാണ് കോളം ബിയിൽ കൊടുത്തിരിക്കുന്നത്. കോളം എയിൽ ചെസ്റ്റർ റാക്കോണിന്റെ ഫീലിംഗ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു നോക്കി ഓരോ സെന്റൻസും ഏത് ഇമോജിക്കാണ് മാച്ചായി വരുന്നത് എന്ന് കൂട്ടുകാർ വരച്ച് യോജിപ്പിച്ചു കൊടുക്കണം. ആദ്യം തന്നിരിക്കുന്ന ഫീലിംഗ്സ് എന്താണ്? വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അവന് പുതിയ കൂട്ടുകാർ കിട്ടി. അപ്പോൾ എന്തായിരിക്കും അവന്റെ ഫീലിംഗ്സ് എന്തായിരിക്കും? കോളം ബിയിലെ രണ്ടാമത്തെ ഇമോജിയാണ് അതിന് മാച്ച് ചെയ്ത് വരുന്നത്. അടുത്തത് ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പുതിയ ടീച്ചേഴ്സിനോടും കുട്ടികളോടുമുള്ള അവന്റെ ഭയം. അത് ഏത് ഇമോജിയോടാണ് മാച്ചായി വരുന്നത്? ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇമോജിയോടാണ് മാച്ചായി വരുന്നത്. അടുത്തത് when mother compels him to go to school. അവന്റെ അമ്മ അവനെ സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചു. അവന്റെ അമ്മ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുമ്പോൾ അവന് പേടിയായിരുന്നു അല്ലെ? പേടിയും മടിയും ഒക്കെ ആയിരുന്നു. അത് ഏത് ഇമോജിയോടാണ് ചേരുന്നത്? കോളം ബിയിലെ ആദ്യത്തെ ഇമോജിയോടാണ് ചേരുന്നത്. അടുത്തത് when he gets mother's kiss. അമ്മയിൽ നിന്നും അവന് ഉമ്മ ലഭിച്ചു. അപ്പോൾ എന്തായിരിക്കും? അവന് വളരെയധികം സന്തോഷവും സ്നേഹവുമാണല്ലോ തോന്നിയത്. അപ്പോൾ കോളം ബിയിലെ തേർഡ് വൺ ആണ് അതിനോട് മാച്ചായി വരുന്നത്. ഇത് കൂട്ടുകാർ കറക്റ്റായി യോജിപ്പിച്ച് കൊടുക്കണേ. ആക്ടിവിറ്റി 3, ആർട്ട് ഗാലറി. ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിൽ നിങ്ങളുടെ കൈകൾ പതിപ്പിച്ച് വെച്ച് കൈയിന്റെ ചിത്രം വരച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു പിക്ചറിൽ ഒരു കിസ്സിന്റെ ചിത്രം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നത്തിന്റെ ചിത്രം വരയ്ക്കാം, കിസ്സിംഗ് ഹാൻഡ് പോലെ. Add a special message on them to show the love and support of your beloved ones. അതിനുശേഷം ഈ ഒരു പിക്ചറിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും പിന്തുണയും പ്രകടിപ്പിക്കുന്നതിനായി ചില മെസ്സേജുകൾ എഴുതി ചേർക്കുക. കളർ ഓർ പെയിന്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഇതിന് കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ നിറങ്ങൾ നൽകാം. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ഇത് എല്ലാവരും ചെയ്തതിനു ശേഷം നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക. Activity 4, some events from the story are given below in a jumbled way. You may arrange them properly and write them down in the space provided. ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്നത് നമ്മുടെ സ്റ്റോറിയിലെ ചില ഇവന്റ്സുകൾ ഇവിടെ ജംബിൾഡ് വേ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ക്രമം തെറ്റിച്ച് തന്നിട്ടുണ്ട്. ഈ ഇവന്റ്സ് എല്ലാം വായിച്ചു നോക്കി കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. മിസ് റാക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ് റാക്കോൺ പറഞ്ഞു, ഞാൻ നിനക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഷെയർ ചെയ്യാം. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം.
ചെസ്റ്റർ അവന്റെ അമ്മയുടെ കൈയെടുത്ത് ആ കൈയിന്റെ ഉള്ളം കൈയിൽ ഉമ്മ വെച്ചു. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകേണ്ട. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ അവന്റെ അമ്മ നോക്കി നിൽക്കെ ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോയി. മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂൺ ചെസ്റ്ററിന്റെ ഉള്ളം കൈയിൽ ഉമ്മ വെച്ചു. ഇതെങ്ങനെയാണ് ഒരു കഥയിൽ കറക്റ്റ് ഓർഡറിൽ വരുന്നത്? നമുക്കതൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഇവന്റ്സ്, ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ആൻഡ് ദാറ്റ് ഹി നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. നെക്സ്റ്റ്, Miss Raccoon said she would share a wonderful secret. Third one, Miss Raccoon kissed Chester in the middle of his palm. Fourth one, Chester took his mother's hand and kissed her palm. And last one, Chester danced his way to school as his mother watched. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ വരുന്നത്. ഇത് താഴെ തന്നിരിക്കുന്ന സ്പേസിൽ കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ കറക്റ്റ് ഓർഡറിൽ എടുത്തെഴുതുക. ആക്ടിവിറ്റി 5, ചെസ്റ്റർ റാക്കൂൺ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂണിന് സ്കൂളിൽ പോകേണ്ട. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ അവന്റെ അമ്മ അവനെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുകയാണ്. Here is a part of the conversation that takes place between them. Complete the conversation and role play it. അപ്പോൾ ചെസ്റ്റർ റാക്കൂണും മിസ് റാക്കൂണും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? അതാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അതിനുശേഷം ആ ഒരു കോൺവെർസേഷൻ ഉപയോഗിച്ച് നിങ്ങൾ റോൾ പ്ലേയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കോൺവെർസേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നതാണ്. ചെസ്റ്റർ, മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിൽ പോകേണ്ട. മദർ, വൈ, എന്തുകൊണ്ട്? ചെസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം. മദർ, നോ ചെസ്റ്റർ, ദിസ് ഈസ് ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ. ഇല്ല ചെസ്റ്റർ, ഇത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. ചെസ്റ്റർ, ഐ നോ, ബട്ട് ഐ ആം സ്കേർഡ്. എനിക്കറിയാം, പക്ഷെ എനിക്ക് പേടിയാണ്. മദർ, വൈ, എന്തിന്? ഐ വിൽ ഷെയർ യു എ സീക്രട്ട്. ഞാൻ നിനക്കൊരു സീക്രട്ട് ഷെയർ ചെയ്യാം. ചെസ്റ്റർ, വാട്ട് സീക്രട്ട്? എന്ത് സീക്രട്ട്? മദർ, ഇറ്റ്സ് കാൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. അതിനെ കിസ്സിംഗ് ഹാൻഡ് എന്നാണ് പറയുന്നത്. ഗിവിംഗ് എ വാം കിസ് ഓൺ ഹിസ് പാം. അതിനുശേഷം അവന്റെ അമ്മ അവന്റെ കയ്യിൽ ഒരു ഉമ്മ നൽകി. ചെസ്റ്റർ, ഹൗ ഡസ് ദിസ് സീക്രട്ട് ഹെൽപ്പ് മീ? ഈ ഒരു സീക്രട്ട് എന്നെ എങ്ങനെയാണ് സഹായിക്കുന്നത്? മദർ, ദ കിസ് വിൽ മേക്ക് യു ഫീൽ വാം ആൻഡ് ഹാപ്പി അറ്റ് സ്കൂൾ. ഈ ഒരു ഉമ്മ നിന്നെ സ്കൂളിൽ ഇരിക്കുമ്പോഴും നിനക്ക് ഇതൊരു ഊഷ്മളവുമായ സന്തോഷവുമായ ഒരു ഫീല് നൽകുന്നു. ആക്ടിവിറ്റി 6, ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. ചെസ്റ്ററും അവന്റെ അമ്മയും കൂടി സ്കൂൾ ഓഫീസിലേക്ക് പോയി. ചെസ്റ്റർ ചുറ്റുപാടും നോക്കി. അവൻ അവിടെ എന്തൊക്കെയാണ് കണ്ടത്? അതിനെക്കുറിച്ച് വിവരണം തയ്യാറാക്കണം. താഴെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കി വേണം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ. അപ്പോൾ ഈ ഒരു ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നുണ്ട് അല്ലെ? ഒരു ചെയറിൽ ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തായി വേറൊരു ടീച്ചർ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടേബിളിൽ ബുക്കുകളും പേനകളും കാണാം. അതുപോലെ മറ്റൊരു ടേബിളിൽ 2 ടീച്ചേഴ്സ് ഇരിക്കുന്നു. അവരുടെ ടേബിളിലും കുറച്ച് ബുക്കും ഒരു ലാപ്ടോപ്പും കാണാം. അതിലൊരു ടീച്ചർ വായിക്കുകയാണ്. മറ്റൊരു ടീച്ചർ ഈ വായിക്കുന്ന ടീച്ചറെ നോക്കിയിരിക്കുകയാണ്. ചെസ്റ്ററിന്റെ അമ്മയോട് ഹെഡ് മാസ്റ്റർ സംസാരിക്കുന്നുണ്ട് അല്ലെ? പിന്നെ നമുക്ക് എന്തൊക്കെ അതിൽ കാണാം? സ്കൂളിന്റെ പേര് എഴുതിയ ഒരു നെയിം ബോർഡ് ഉണ്ട്, ക്ലോക്ക്, കലണ്ടർ എന്നിവ നമുക്ക് കാണാം. അതുപോലെ ടേബിളിന്റെ അടുത്തായി ഒരു ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിരിക്കുന്ന ഒരു ഓഫീസ് റൂമാണ് ഇതിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ചെസ്റ്റർ വെന്റ് ടു ദ സ്കൂൾ ഓഫീസ് വിത്ത് ഹിസ് മദർ. ചെസ്റ്റർ അവന്റെ അമ്മയുടെ കൂടെ സ്കൂൾ ഓഫീസിലേക്ക് പോയി. എവരിവൺ ഈസ് ബിസി ദർ. അവിടെ എല്ലാവരും തിരക്കിലാണ്. ഹി സീസ് ദ ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് അറ്റ് എ ചെയർ ഹോൾഡിംഗ് എ പെൻ. അവൻ ഹെഡ് മാസ്റ്ററെ ഒരു ചെയറിൽ ഇരിക്കുന്നത്, പേന പിടിച്ച ഒരു ചെയറിൽ ഇരിക്കുന്നത് കണ്ടു. ദ ഹെഡ് മാസ്റ്റർ ടോക്കിംഗ് ടു ഹിസ് മദർ. ഹെഡ് മാസ്റ്റർ അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അനദർ ടീച്ചർ ഈസ് സ്റ്റാൻഡിംഗ് ബിസൈഡ് ദ ഹെഡ് മാസ്റ്റർ. മറ്റൊരു ടീച്ചർ ഹെഡ് മാസ്റ്ററുടെ അടുത്തായി നിൽക്കുന്നുണ്ട്. There are books and pens on his desk. അദ്ദേഹത്തിന്റെ ഡെസ്കിൽ ബുക്കുകളും പേനകളും ഉണ്ട്. He saw 2 teachers sitting at another table. മറ്റൊരു ടേബിളിൽ 2 ടീച്ചേഴ്സ് ഇരിക്കുന്നത് അവൻ കണ്ടു. One teacher is reading a book and the other is looking at it. ഒരു ടീച്ചർ പുസ്തകം വായിക്കുകയാണ്, മറ്റൊരു ടീച്ചർ അത് നോക്കിയിരിക്കുകയാണ്. On their desk there are many books and a laptop. അവരുടെ ഡെസ്കിൽ ധാരാളം ബുക്കുകളും ലാപ്ടോപ്പും ഉണ്ട്. He saw the school's name board and a clock on the wall.
ചുമരിൽ ഒരു സ്കൂളിന്റെ നെയിം ബോർഡും അതുപോലെ ഒരു ക്ലോക്കും അവൻ കണ്ടു. എ ഫാൻ വാസ് സ്പിന്നിങ് എബൌട്ട് ദ റൂം. റൂമിന്റെ മുകൾ വശത്തായി ഒരു ഫാൻ കറങ്ങുന്നു. എ ട്രാഷ് ക്യാൻ വാസ് ആൾസോ പ്ലേസ്ഡ് ഇൻ വൺ കോർണർ. ഒരു മൂലയിൽ ഒരു ചവിട്ടുകൊട്ടയും ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ കണ്ട കാര്യങ്ങളാണ്. ദ ഓഫീസ് ഈസ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് ക്ലീൻ. ആ ഒരു ഓഫീസ് വളരെ ചിട്ടയുള്ളതും വൃത്തിയുള്ളതുമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ കിസ്സിംഗ് ഹാൻഡിലെ ആക്ടിവിറ്റീസ് 1 മുതൽ 6 വരെയുള്ളതാണ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് ഇതിന്റെ അടുത്ത ആക്ടിവിറ്റീസുമായി കാണാം. താങ്ക്